ഹായ്, ഞാൻ ഷബീർ ആലങ്ങാടൻ, ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിനെ കുറിച്ചാണ്. നമുക്കറിയാം 2024-25 സാമ്പത്തിക വർഷം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൻ്റെ ഫയലിങ്ങിൻ്റെ സമയമാണ് ഇത്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണോ, അതല്ലെങ്കിൽ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്, അത് ഫയൽ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ, ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇത് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഇൻകം, അതായത് ഒരു വർഷത്തെ കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കണം, 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉള്ള ആൾ പിന്നെ നോക്കണ്ട, ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ, അത് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ്, അതായത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉള്ള ആളല്ല, അതിന് താഴെയാണ് ഇൻകം. പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും TDSോ TCSോ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. എന്നാൽ മാത്രമേ എന്തുള്ളൂ, ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അത് നിങ്ങൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെൻറ്റ് കൊടുത്ത എമൗണ്ട് 2,40,000 മുകളിലാണ് റെൻറ്റ് കിട്ടിയിരുന്നതെങ്കിൽ അതിനൊരു നിശ്ചിത പെർസെൻറ്റേജ് TDS ആയിട്ട് ആ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്ന ആൾ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പിടിച്ച എമൗണ്ട് അവർ നിങ്ങളുടെ പാൻ കാർഡിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ നിങ്ങൾക്കത് ആ എമൗണ്ട് റീഫണ്ടായിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും, അതുപോലെ തന്നെ ഹജ്ജ്, ഉംറ ഇങ്ങനെയൊക്കെ ചെയ്ത കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ വാഹനങ്ങൾ അതായത് 10 ലക്ഷത്തിന് മുകളിൽ വാഹനം വാങ്ങിയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. എന്തിനാണ് ഫയൽ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നിന്ന് പിടിച്ച ഒരു എമൗണ്ട് ഉണ്ടാവും, TDS അല്ലെങ്കിൽ TCS ആയിട്ട് പിടിച്ച എമൗണ്ട് ഉണ്ടാവും, അത് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടും. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഇൻകം 3 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യണം. ഇനി നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, ഇപ്പം നിങ്ങളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഒരുവിധ ഇടപാടുകളൊക്കെ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ സാലറി കിട്ടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സാലറി തരുന്ന സ്ഥാപനം നിങ്ങൾക്ക് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടി റെൻ്റൽ ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ ഇത് തരുന്ന ആൾ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസും ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വരും. നിങ്ങളൊരു സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ 50 ലക്ഷത്തിന് മുകളിലൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ TDS പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അങ്ങനെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വരും. പിന്നെ നിങ്ങൾ ഷെയർ ട്രേഡിങ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. ഷെയർ വാങ്ങുക, വിൽക്കുക, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ എത്ര രൂപക്കാണ് വാങ്ങിയത്, എന്നാണ് വാങ്ങിയത്, എത്ര രൂപക്കാണ് വിറ്റത്, ഈ ഒരു ഡീറ്റെയിൽസ് ഇൻകം ടാക്സിൻ്റെ സൈറ്റിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ GST ഉള്ള ആളുകളാണ്, എത്രയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ ടേൺ ഓവർ, എത്രയാണ് നിങ്ങളുടെ പർച്ചേസ്, ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇൻകം ടാക്സിൻ്റെ സൈറ്റിലുണ്ടാവും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാഷ് ഡെപ്പോസിറ്റ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സിൽ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ ടേൺ ഓവർ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇൻകം ടാക്സ് എന്തായാലും ഫയൽ ചെയ്ത് വെക്കുക. അപ്പോൾ 20 ലക്ഷത്തിന് മുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഫയൽ ചെയ്ത് വെക്കാം. ഇനി അതിന് താഴെയാണെങ്കിലും നിങ്ങൾ ഫയൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ, സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുകൊണ്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഫയലിംഗ് ഫീസ് പോകും. അതല്ലാതെ ഇതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വരാനില്ല. പിന്നെ പലപ്പോഴും പല ആളുകളും ഫയൽ ചെയ്യാത്തത് അവരൊരു തെറ്റിദ്ധാരണയാണ്, ഞാൻ ഒരു വർഷം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം എന്നുള്ളത്. അത് ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്, അതങ്ങനെയല്ല. ഒരു വർഷം നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ നിങ്ങൾക്ക് ഈ ഒരു ഫയലിങ്ങിൻ്റെ സമയമാകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, ഇത് ഇൻകം ടാക്സ് നിങ്ങൾ ഫയൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഇൻകം 3 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 3 ലക്ഷമാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ട, അതായത് 3 ലക്ഷത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ 3 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് ഇല്ല. ഇനി 3 ലക്ഷത്തിന് മുകളിൽ 7 ലക്ഷം വരെയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ടാക്സ് ഉണ്ട്, പക്ഷേ നമുക്കൊരു ഇളവുണ്ട്, അതായത് റിബേറ്റ് എന്ന് പറഞ്ഞൊരു ഇളവ് കിട്ടും. അപ്പോൾ 7 ലക്ഷം വരെ നമുക്ക് ആ ഒരു ഇളവ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സ് ഒന്നും ഇല്ലാതെ 7 ലക്ഷം വരെ ഫയൽ ചെയ്യാം. അതിന് സാലറി ഇൻകം ഉള്ള ആളാണെങ്കിൽ 50,000 നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ 7,50,000 വരെ ഇൻകം ഉള്ള ആൾക്ക് ഒരു എമൗണ്ട് പോലും ടാക്സ് അടക്കാതെ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ ഫയലിങ്ങിൻ്റെ ലിമിറ്റ് പറഞ്ഞാൽ 3 ലക്ഷമാണ്. 7.5 ലക്ഷം വരെ സാലറി ഉള്ള ആളാണെങ്കിൽ അതല്ലെങ്കിൽ 7 ലക്ഷം വരെ അതല്ലാത്ത ആക്കും ടാക്സ് ഇല്ലാതെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ ഇളവുകൾ 7.5 ലക്ഷത്തിന് മുകളിൽ അതല്ലെങ്കിൽ 7 ലക്ഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിബേറ്റ് എന്ന് പറഞ്ഞൊരു ഇളവ് കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻകം ടാക്സ് അടിച്ചിട്ട് വേണം അത് ഫയൽ ചെയ്യാൻ.
ഇനി ഇത് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞു ഒരുപാട് ഡീറ്റെയിൽസ് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ എന്താ വെച്ചാൽ ഓരോ ആളുകൾക്കും നോട്ടീസ് അയക്കുക, അത് ചെക്ക് ചെയ്ത് നോട്ടീസ് അയക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത ആളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെങ്കിൽ ഈ നോട്ടീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ഫയൽ ചെയ്യുന്നത് പോകുന്ന ആൾക്ക് ഒരുവിധം നോട്ടീസ് കാര്യങ്ങളൊന്നും വരില്ല. കാരണം എന്താ വെച്ചാൽ ഒരാൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യും, നിങ്ങളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഇതൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ, അതായത് നിങ്ങൾ ഇൻകം ടാക്സ് ഒന്നും ഫയൽ ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10 ലക്ഷത്തിൻ്റെ ഡെപ്പോസിറ്റ് വന്നാൽ തന്നെ നിങ്ങൾക്കത് നോട്ടീസ് വരും. പിന്നെ അതിന് കാരണങ്ങൾ കാണിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഫയൽ ചെയ്യാത്തത്, ഓരോ ട്രാൻസാക്ഷൻ വെച്ച് അത് ചെക്ക് ചെയ്യും. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇടപാടുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, ഇതുകൊണ്ട് ഫയൽ ചെയ്തുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്നുള്ളത്, അതായത് നിങ്ങൾ നാളെ ഒരു ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളോട് ബാങ്കിൽ നിന്ന് ചോദിക്കുക എന്താണ്, അത് ആ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ നിങ്ങൾക്ക് റീപേ ചെയ്യാൻ, അത് തിരിച്ചടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അവർ ചെക്ക് ചെയ്യുക ഈ ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് അതിൻ്റെ ബേസിലാണ്. കാരണം 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉള്ള ആൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ അവർ എന്താ ഇപ്പോൾ നമ്മൾ 10 ലക്ഷത്തിന് ലോൺ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു തിരിച്ചടക്കാൻ മാസം ഒരു നിശ്ചിത എമൗണ്ട് തിരിച്ചടക്കാൻ നമുക്ക് കാപ്പബിലിറ്റി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഒരു 6-7 ലക്ഷം ഒക്കെ സാലറി, അതല്ലെങ്കിൽ വാർഷിക വരുമാനമുള്ള ആളാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അത് തിരിച്ചടക്കാൻ പറ്റും അതിൻ്റെ ലോൺ എമൗണ്ട്. എന്നാൽ 3 ലക്ഷത്തിൽ താഴെയുള്ള ആളാണ് ഈ IT ഫയൽ ചെയ്യാത്ത ആളാണെങ്കിൽ പിന്നെ അവർക്ക് തിരിച്ചടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ബാങ്കിൻ്റെ പോളിസിയാണ് അവർ ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന കേസ്, അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് നാളെ നമ്മളൊരു വേറെ ആളോട് പറയുകയാണ് എനിക്ക് ഇത്രയാണ് ടേൺ ഓവർ, ഇത്ര രൂപയാണ് ബിസിനസ്സാണ് നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം മാത്രമല്ല, നാളെ നിങ്ങൾ ഒരു വാഹനം വാങ്ങുക, സ്ഥലം വാങ്ങുക, ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് സോഴ്സ്, അതായത് നാളെ നിങ്ങളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് ഒരു TCS, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ TCS, TDS ഇതൊക്കെ പിടിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് സാലറി തരുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് TDS ആയിട്ട് പിടിക്കുന്നത് നിങ്ങളെ ഇൻകം നാളെ നിങ്ങൾ IT ഇൻകം ടാക്സിൽ കാണിച്ച് ഫയൽ ചെയ്യണം എന്നുള്ള നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഒരു നിശ്ചിത സാലറി തരുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെൻറ് പിടിച്ചു വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് തരുന്ന എംപ്ലോയർ എന്ത് ചെയ്യും, ഇങ്ങനെ നിങ്ങളുടെ പാൻ നമ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ഗവൺമെൻറ്റിന് കറക്റ്റ് കണക്ക് കിട്ടി, എത്ര രൂപ സാലറി കിട്ടി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കിട്ടിയ സാലറി ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് കുറച്ച് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഓൾറെഡി എംപ്ലോയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എമൗണ്ട് കാണിച്ച് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നൊരു ഇൻകം, അത് ആ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്ന ആൾ നിശ്ചിത എമൗണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് പേയ്മെൻറ്റ് എന്നതിൻ്റെ കറക്റ്റ് കണക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ് നടത്തി എത്ര രൂപയ്ക്ക് വാങ്ങി വിറ്റത്, ഇതൊക്കെ കറക്റ്റ് കണക്കുണ്ടാകുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചിട്ട് വേണം ഇത് ഫയൽ ചെയ്യാൻ. അപ്പോൾ ഈ TDSൻ്റെ കൺസെപ്റ്റ് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത്, അതിൽ സ്ഥലം വാങ്ങുന്ന സമയത്ത് നമുക്ക് നാളെ നമ്മളൊരു നോട്ടീസ് വരികയാണ്, ഇത് നിങ്ങൾക്ക് എവിടുന്ന, അതായത് നിലവിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത ആളാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് ഇൻകം, അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇതിൻ്റെ ബിസിനസ്സിൽ നിന്ന് വന്ന ഇൻകമാണ്. അപ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ IT ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ IT നിങ്ങൾ ഫയൽ ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് സോഴ്സ് കാണിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ 7 ലക്ഷം വരെ നിങ്ങൾ കാണിച്ചിട്ടാണ് കഴിഞ്ഞ തവണയൊക്കെ ഫയൽ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 7 ലക്ഷത്തിൻ്റെ അവിടെ സോഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, എനിക്ക് കഴിഞ്ഞ തവണ 7 ലക്ഷം വരെ ഇൻകം ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിലേക്ക് കഴിഞ്ഞ 2 വർഷം എനിക്ക് 7 ലക്ഷം വെച്ച് ഇൻകം ഉണ്ട്, 15 ലക്ഷത്തിൻ്റെ സോഴ്സായി, അവിടെ നമ്മൾ ടാക്സ് അടച്ചിട്ട്. അപ്പോൾ ഇതിലൊക്കെ സോഴ്സായിട്ട് നമുക്കൊരു ഡോക്യുമെൻറ്റ്സ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇൻകം ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫയൽ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടോ വരാനൊന്നുമില്ല. പക്ഷേ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത ആളാണെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല കാര്യങ്ങളും നോട്ടീസ് കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആണ്, ഓട്ടോമാറ്റിക്കായി നോട്ടീസ് കാര്യങ്ങളൊക്കെ പോകും. നോട്ടീസ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ഓഫീസർക്ക് അത് ചെക്ക് ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ അത് കാണിച്ച് ഫയൽ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ അതൊരു ബെനിഫിറ്റായി മാറും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ഇവിടുത്തെ ഇൻകം അതൊക്കെ കാണിച്ചിട്ട് വേണം ജോബിന്, അതല്ലെങ്കിൽ സ്റ്റുഡൻസ് വിസക്കൊക്കെ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരും, ഇവിടെ നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ട് എന്നൊക്കെ കാണിക്കണമെങ്കിൽ IT ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റാണ് അവരൊരു ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് സമയത്ത് അത് ഫയൽ ചെയ്തു പോകാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TDS TCS ഒക്കെ പിടിച്ചിട്ടാണെങ്കിൽ റീഫണ്ട് കിട്ടാനും അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണോ,
അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് നിങ്ങൾക്കൊരു എങ്ങനെയാണ് ഒരു GST ഫയൽ ചെയ്യുക, എങ്ങനെ ഇൻകം ടാക്സിൻ്റെ ഫയൽ ചെയ്യുക, ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അഡ്വാൻസ്ഡ് എക്സലിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അക്കൗണ്ട്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് പോലും അവർക്കൊരു കൃത്യമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വെച്ച്, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അഡ്വക്കേറ്റ് തുടങ്ങിയ ആളുകൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് പരമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ നിങ്ങളൊരു